ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മൂസ് കിച്ചൺ. നല്ലൊരു സോഫ്റ്റ് ഗോതമ്പടയാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് ഗോതമ്പും അതിന് പാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പഴുത്ത ഏത്തക്കായും തേങ്ങായും പഞ്ചസാരയുമാണ് ഞാനിതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇടഞ്ഞെടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് വെള്ളം കുറച്ച് ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കൈകൊണ്ട് പരത്തിയെടുക്കുന്ന ഒരു അടയാണിത്. അപ്പം വെള്ളം കുറച്ച് ഒഴിച്ച് വെള്ളം കൂടി പോകാതെ നമുക്ക് കൈകൊണ്ട് പരത്തിയെടുക്കാൻ പാകത്തിന് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പം നമ്മുടെ ഗോതമ്പ് ഇവിടെ നന്നായിട്ടൊന്ന് കുഴച്ച് മാവ് ശരിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് നല്ല പഴുത്ത ഒരു ഏത്തയ്ക്ക. ഞാനിവിടെ ഒരു ഏത്തയ്ക്ക എടുക്കുന്നുള്ളൂ. ഒരു 3-4 അട ഉണ്ടാക്കാൻ പാകത്തിന്. അത് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. നമ്മുടെ ഏത്തയ്ക്ക ഇവിടെ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് തേങ്ങയാണ് വേണ്ടത്. പിന്നെ ഒരു നുള്ള ഏലക്ക പൊടിച്ചതാണ് പൊടിച്ചിടുന്നുണ്ട്. പിന്നെ നമ്മുടെ 1/2 കപ്പ് തേങ്ങാപ്പീര ഇട്ട് പഞ്ചസാരയാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇതിന് നമുക്ക് ശർക്കര ഉണ്ടയോ പഞ്ചസാരയോ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. മധുരം കൂടുതലായിട്ട് വേണ്ടവർക്ക് കൂടുതൽ പഞ്ചസാരയോ ശർക്കരയോ ഇട്ട് എടുക്കാം. നന്നായിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്യണം. അപ്പം തേങ്ങായും ഏത്തക്കായും ഏലക്കാപ്പൊടി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു പാന് അടുപ്പിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇത് മാവ് ഉരുട്ടി എടുത്തിട്ട് വെള്ളം കയ്യിൽ തൊട്ട് വെള്ളമയം വെച്ചിട്ടാണ് നമ്മൾ പരത്തിയെടുക്കേണ്ടത്. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് ഞാൻ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല. എണ്ണ ഒഴിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകും. നമുക്ക് അത് നന്നായിട്ടൊന്ന് കനം കുറച്ച് പരത്തിയിട്ട് നമുക്ക് വേണമെങ്കിൽ 1 സ്പൂൺ നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ടേബിൾ സ്പൂൺ ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. ഒരു ടേസ്റ്റിന് വേണ്ടി നെയ്യ് ഒഴിച്ചു കൊടുത്തു. അപ്പം നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം നമുക്കിതിൻ്റെ കൂട്ട് കവർ ചെയ്ത് വെച്ച് കൊടുക്കാം. ആവശ്യാനുസരണം അതിന് പാക്ക് ചെയ്യാനായിട്ട് തേങ്ങാപ്പീര എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മടക്കണം. മടക്കി കഴിഞ്ഞ് അതിൻ്റെ 4 വശങ്ങൾ നന്നായിട്ടൊന്ന് അമുക്കി ക്ലോസ് ചെയ്യണം. ഇത് നന്നായിട്ടൊന്ന് ചട്ടകം കൊണ്ടൊന്ന് അമക്കി ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ വശം തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചോ മൊരിച്ചോ ഒക്കെ എടുക്കാം. ഇത് നമുക്ക് വാഴയിലക്കകത്ത് ആവി കയറ്റി അടയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ നമ്മൾ കൂടുതൽ ടേസ്റ്റ് ഇതിങ്ങനെ ചെയ്യുമ്പോഴാണ്. നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റികരമായിട്ടുള്ള ഗോതമ്പട നന്നായിട്ടൊന്ന് മുരിച്ച്, എനിക്ക് ഇച്ചിരി ക്രിസ്പിയായിട്ടാണ് ഇഷ്ടം, കൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് മുരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ട്രിപ്പിലും ഉണ്ടാക്കിയെടുക്കാം. ഇതൊരു എല്ലാവർക്കും പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പാകത്തിന് ഉള്ള ഒരു സ്നാക്സാണ്. ഇപ്പം 4 മണിക്ക് കോഫിയുടെ കൂടെ രാവിലെ ഒക്കെ കഴിക്കാനായിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്കിപ്പം നൊയമ്പ് സമയങ്ങളൊക്കെയാണ്. അപ്പോൾ അരിയാഹാരം കഴിക്കുന്നില്ലെങ്കിൽ ഈ ഗോതമ്പ് നല്ലതായിട്ട് അടയായിട്ടൊക്കെ ഉണ്ടാക്കിയാൽ, ഇങ്ങനെ ഏത്തക്കായൊക്കെ വെച്ചേക്കുന്നതുകൊണ്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അടയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. സാധാരണ ഇത് പണ്ട് കാലം തൊട്ടേ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഇപ്പം എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടോയെന്നും അറിയില്ല. പക്ഷേ എൻ്റെ കൊച്ചിലൊക്കെ ഞാൻ നന്നായിട്ട് ഒത്തിരി കഴിച്ചിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ് ഇതിന്. എനിക്കൊത്തിരി ഇഷ്ടമുള്ള ഒരു അടയാണിത്. അപ്പം ഒരു 10 മിനിറ്റ് പോലും വേണ്ട, നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടയാണ്. അതുപോലെ നമുക്കിപ്പം ഇതിന് പാക്കായിട്ട് വേണേൽ അവല് വെക്കാം, ചെറുപഴം വെക്കാം, അങ്ങനെ എല്ലാ സാധനവും വെക്കാം. നമ്മുടെ അടയെല്ലാം ഇവിടെ റെഡിയായിട്ടുണ്ട്. ഞാൻ പ്ലേറ്റിനകത്തോട്ട് ഒരു വാഴയിലയൊക്കെ വെച്ചിട്ടാണ് ഈ അട വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ അടയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ അടയ്ക്ക് പ്രത്യേകിച്ച് നമുക്കിപ്പോൾ അതിന് ഒന്നും വേണ്ട, ഒരു കോഫിയൊക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ കഴിക്കാനുള്ളതേ ഉള്ളൂ. അപ്പം എൻ്റെ ഈ ഗോതമ്പട
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. നന്നായിട്ട് ആകമൊക്കെ നന്നായിട്ട് വെന്തിരിക്കുന്നത്. നമുക്കൊരു ഫ്ലെയിം ഒന്നും ലോ ആക്കി കൊടുത്ത് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാനേ ഉള്ളൂ. അപ്പം നമുക്ക് അടയൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഏലക്കായുടെയും നമ്മുടെ നെയ്യുടെയൊക്കെ നല്ല മണമുണ്ട്. വളരെ രുചികരമായിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗോതമ്പടയാണ്. അപ്പം ഷുഗറൊക്കെ ഉള്ളവർക്ക് പഞ്ചസാര ചേർക്കരുത്. തേങ്ങയും ഈ ഏത്തയ്ക്കായോ എന്തെങ്കിലും ചെറുപഴമൊക്കെ അരിഞ്ഞിട്ട് ഏലക്കായപ്പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് പാക്ക് ചെയ്തെടുത്താൽ മതി. വളരെ ടേസ്റ്റിയുമാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. ലൈക്കും കമൻസും ഒക്കെ ചെയ്യണം. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി ഒരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബായ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. പ്ലീസ് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പം ഞാൻ നോയമ്പൊക്കെ ആയതുകൊണ്ട് അധികം നോൺ വെജിൻ്റെ വീഡിയോസൊന്നും ഇടുന്നില്ല. ഓക്കെ, താങ്ക് യു.